ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുണ്യഭൂമിയിലെ ഭക്തലക്ഷങ്ങളുടെ ആശ്രയമായ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് അതിമനോഹരമായ കളഭാലങ്കാരത്തിൽ വിളങ്ങാണ്. ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന ആ സച്ചിദാനന്ദ വിഗ്രഹം ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം അതീവ സന്തോഷവാനായ ഒരു മിടുമിടുക്കൻ ഉണ്ണിയായിട്ടാണ് കാണപ്പെട്ടത്. ഭഗവാന്റെ ഈ രൂപം വെറൊരു അലങ്കാരമല്ല, ഭക്തന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വാത്സല്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയാണ്. ഇന്ന് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു നിലയിലാണ്. ഒരു കാല് താഴേക്ക് തൂക്കിയിട്ട് മറുകാല് അതിനു മുകളിൽ കയറ്റി വച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ ഇരിപ്പിൽ ഒരു രാജകീയതയുണ്ട്, അതേസമയം തന്നെ കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയും ഇങ്ങനെ ഒരുപോലെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ കുഞ്ഞു പാദങ്ങളിൽ സ്വർണ്ണത്തളകൾ തിളങ്ങുന്നുണ്ട്. ഉടയാടയായി ചാർത്തിയിരിക്കുന്നത് പട്ടുകോണകാണ്. ഒരു ആനക്കൊമ്പ് ഭഗവാന്റെ ചാരെ ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട്. അത് ആനന്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത്. ഭഗവാന്റെ ഈ സുഖകരമായ ഇരിപ്പ് തൻ്റെ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റുവാങ്ങി അവരെ സമാധാനിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെയോ അല്ലെങ്കിൽ കുസൃതികളിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉണ്ണിയുടെയോ ഭാവമാണ്. രണ്ട് രീതിയിലും നമുക്കതിന് കാണാൻ പറ്റും. കണ്ണൻ്റെ തിരുമുഖം ഇന്ന് സ്വർണ്ണഗോപിയാലും മന്ദഹാസത്താലും പ്രകാശിക്കുന്നുണ്ട്. ഭഗവാന്റെ തിരുമുടിയിൽ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും കൊണ്ടുള്ള മനോഹരായ സംഗമമാണ് ആ തിരുമുടി മാലകൾ. കൂടാതെ കഴുത്തിൽ താമരയും തുളസിയും ചേർന്നുള്ള ഉണ്ടമാലകളുണ്ട്. അതേപോലെ തന്നെ വിധാനമായിട്ടും 5ഓളം വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വലത് കയ്യിൽ ഉണ്ണി വെണ്ണയുണ്ടയാണ് പിടിച്ചിരിക്കുന്നത്. ഇടത് കയ്യിലാവട്ടെ ഓടക്കുഴലാണ് പിടിച്ചിട്ടുള്ളത്. വെണ്ണ ഭക്തന്റെ ശുദ്ധമായ ഹൃദയത്തെയും ഓടക്കുഴൽ ഭഗവാന്റെ ദിവ്യനാദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 കൈകളും നമ്മളോട് പറയുന്നത് ഭക്തിയും കർമ്മവും ഒരുപോലെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഒന്ന് മാത്രമായിട്ട് ജീവിക്കുന്നതും ശരിയല്ല, രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഭഗവാൻ നമ്മളെ ഈ അലങ്കാരത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഭക്തിയും വേണം, അവരവരുടെ കർമ്മം ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഉച്ചപൂജ കഴിഞ്ഞുള്ള സമയം ഭഗവാൻ ഒരു തൃപ്തനായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവിധ നേദ്യങ്ങളും ഭഗവാന്റെ മുമ്പിലുണ്ട്. സകല വിഭവങ്ങളും കൂട്ടിയുള്ള സദ്യ തന്നെ ഉണ്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ത്രിമധുരവും പാലടയും പഴപ്രഥമനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സദ്യ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ആ സുഭിക്ഷമായ ഊണിന് ശേഷം ആനന്ദ മന്ദഹാസത്തോടെയാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. വേദങ്ങൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആ പരമതത്വമാണ് ഗുരുവായൂരിലെ ശ്രീലകത്ത് നമുക്കായിട്ട് കുടികൊള്ളുന്നത്. കളഭാലങ്കാര ശോഭയിൽ കണ്ണനെ തൊഴുതു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സർവഭാരങ്ങളുമാണ് ഇല്ലാണ്ടാവണത്. ഓരോ ഭക്തനും തൻ്റെ ഹൃദയത്തിൽ ആ ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിക്കട്ടെ. ഈ പുണ്യദർശനം എല്ലാവരിലും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനെ നാമജപം ചെയ്യാം. ഭഗവാന്റെ നാമജപം ചെയ്യാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.